ഫസ്റ്റ് ഓർഡർ 20 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ട്. ഇതിലെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബോർഡിൽ വേറെ പേര്, ഓൺലൈനിൽ വേറെ പേര്. ഇത് സംഭവം ഈ അറിയാത്തവർ വരുമ്പോൾ പെട്ടുപോകും. പിന്നെ അവസാനത്തെ പേര് കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം ഇത് ഇന്ന സ്ഥലമാണെന്ന്. അപ്പോൾ ഇന്നൊരു സ്വിഗ്ഗി ബ്ലോഗാണ്. ലൈക്ക് അടിക്കാത്തൊരു ലൈക്ക് അടിക്കുക, യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക. ഓർഡർ കൊണ്ടെടുത്ത് 22 രൂപ കിട്ടി. അടുത്ത 20 രൂപയുടെ നമ്മളെ MC ഡൊണറ്റ് എന്നാണ് അവിടെ നിന്നാണ് അടിക്കുന്നത്. ഇത് എനിക്കറിയാം, ഇത് എനിക്കുള്ള പണിയാണ്. പണി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒടുക്കത്തെ ഡിലേ ആയിരുന്നു. ആ സർജ് പൈസ തരാതിരിക്കാനുള്ള അടവിനവന്മാർ എന്നെ അടിച്ചതാണ്. സർജ് വീഴുന്ന മുമ്പേ നമുക്കൊരു ഡിലേ ഓർഡർമാർ അടിച്ച് നമ്മളെ തല വെച്ച് തരും. അത് പണ്ടേ ഉള്ളൊരു ശീലം, അതെനിക്ക് ഇപ്പോഴും അതേപോലെ കിട്ടുന്നുണ്ട്. എന്തായാലും ആ ഓർഡറിന് 20 രൂപ കിട്ടിയിട്ടുണ്ട്. അടുത്ത ഓർഡർ അടിച്ചത് പിസ്സ ഹട്ടിന്നാണ്. അതൊരു 36 രൂപ കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവർ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണം കേട്ടോ, അത് മറക്കല്ലേ. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. 38 രൂപയുടെ ഓർഡറാണ് അടിച്ചിരിക്കുന്നത്. മദ്രാസി ബിരിയാണി നമ്മളെ മദ്രാസിന്ന് അടിച്ചത്. അപ്പോൾ ഓർഡറും ഡിലേ ആണ്. ഇന്നത്തെ ദിവസം മോശമാണ്. ആരെയാണോ എന്തോ കണി കണ്ടത്. ഇത് നമുക്ക് പിസ്സാട്ടിന്ന് 127 രൂപയുടെ ഒരു ഓർഡർ അടിച്ചായിരുന്നു. അത് നമ്മളെ മുഖത്തല ക്ഷേത്രത്തിൻ്റെ അടുത്ത് കൊടുക്കാനായിരുന്നു. അങ്ങനെ കൊടുത്തിട്ട് തിരിച്ചു പോവാണ്. അടുത്തത് ലീച്ചക്കിന്ന് 87 രൂപയുടെ മൾട്ടി ഓർഡറാണ് അടിക്കുന്നത്. മൾട്ടിയേ ഉടായിപ്പ ഉള്ള കാര്യം പറയാമല്ലേ. പണ്ട് 2 നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. 92 രൂപ കിട്ടി, കുഴപ്പമില്ലല്ലോ അല്ലേ, കുഴപ്പം കാണത്തില്ല. അടുത്ത 34 രൂപയ്ക്ക് ആര്യാസിന്ന് അടിച്ചിട്ടുണ്ട്. അത് കൊടുക്കാനുള്ളത് സിത്താരയിൽ ജംഗ്ഷനിൽ വെച്ചിട്ടേ അങ്ങോട്ട് നടന്നു പോവാ എടുക്കാനായിട്ട്. റെഡി ആയിരിക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് ഫസ്റ്റ് പൊട്ടിയിട്ടുണ്ട്. 8 ഓർഡർ 90 രൂപ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് 13 ഓർഡർ 175 രൂപയാണ് ഈ കിട്ടാനുള്ളത്. അത് കിട്ടുമോ ഇല്ലയെന്ന് അറിയത്തില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, സത്യം പറഞ്ഞാൽ എനിക്ക് ഏഷ്യാനെറ്റിൻ്റെ ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വന്നത്. അതങ്ങനെ പറഞ്ഞു വന്നപ്പം വീണ്ടും 39 രൂപയ്ക്ക് ആര്യാസിന്ന് എനിക്ക് ഓർഡർ അടിക്കുവാണ്. അപ്പോൾ അത് എടുക്കാനായിട്ട് വീണ്ടും ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധനം റെഡിയാണ്. എന്നൊരു ഓർഡർ അടിച്ചു. എൻ്റെ പൊന്നളിയെ ഒടുക്കത്തെ ഡിലേ ആയിരുന്നു. എന്തൊരു തിരക്കാണ് അവിടെ. ലുലു മാളിൽ എന്തോ 50% ഓഫർ ഉണ്ടെന്നും പറഞ്ഞ് 11 മണിയായിട്ടും ഭയങ്കര തിരക്കായിരുന്നു സംഭവം. ഞാൻ ഇപ്പോൾ ഇവിടെ ഓർഡർ എടുക്കാൻ വേണ്ടി കാത്തു കെട്ടി കിടക്കുകയാണ്. ഓർഡർ അത്രയും ഡിലേ ആയതുകൊണ്ട് അടുത്ത ഓർഡർ അടിക്കുന്നില്ലെങ്കിൽ ഒരു ഓർഡറും കൂടി വേണം സെക്കൻഡ് തൊട്ട്. അത് പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോകുമായിരുന്നു. അങ്ങനെ നിന്നപ്പോഴാണ് നമ്മളെ ഈ കൊട്ടിയം ജംഗ്ഷനിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ കുറേ ഭായിമാർ ഞങ്ങൾ ഭയങ്കര കച്ചറ അടിയാവുന്ന ഒരു സിറ്റുവേഷനിൽ വന്നു. ദൈവം സഹായിച്ച് എനിക്ക് ഹിന്ദി അറിയത്തില്ല, അതുകൊണ്ട് അവന്മാരെന്തോ പറയുന്നു പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇവന്മാരെ കടന്ന് കൂടി അടി തങ്ങളിൽ ഉണ്ടായ കശവിഷയങ്ങളൊന്നും കാണണമായിരുന്നു. ഇവന്മാരെ വഴിയെ പോണ വണ്ടിയോ ആൾക്കാരെയോ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ പോയി വീരണ്ടായിരുന്നു ഇവന്മാർ. അങ്ങനെയാണ് ഞാനത് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. നിങ്ങൾക്ക് കൊട്ടിയം ജംഗ്ഷനിലെ അവസ്ഥ മനസ്സിലായില്ല. ഇവിടെ ഒരു തുണ്ട് വെട്ടവും ഇല്ല, ഇരുട്ടാ. വണ്ടി പറന്ന് വന്ന് അടുത്തെത്തും വരെ ഇവിടെ ആൾ നിൽക്കൊണ്ടെന്ന്, റോഡിൽ ആൾ നിൽക്കൊണ്ടെന്ന് കാണാൻ പറ്റത്തുള്ളൂ. അതാ ജംഗ്ഷനാണെന്ന് പോലും അറിയാൻ പറ്റത്തില്ല ഈ വെളിയിൽ നിന്നൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നവർക്ക്.